ഹായ് ഫ്രണ്ട്സ്, പവിത്ര സീരിയലിൻ്റെ പുതിയ എപ്പിസോഡിലെ സജീവ് വിക്രമിനെയും വേദയെയും ഒരു വണ്ടിയിൽ കയറ്റി വിടാം കേട്ടോ. വിക്രം ഒന്നുകൊണ്ട് പേടിക്കേണ്ട, ഏറെ 1-2 ആഴ്ച അതിനുള്ളിലെല്ലാം ശരിയാവും. അങ്ങനെ വിക്രവും വേദയും അവരോട് യാത്ര പറഞ്ഞിട്ട് അനിയൻകുട്ടനെയും കൂട്ടി ആ വണ്ടിയിൽ കയറി പോവാട്ടോ. ആ ഡ്രൈവറാണെങ്കിൽ ഇവരും വെയിറ്റ് ചെയ്തുകൊണ്ട് കുറേ സമയം അവിടെ നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവരെ യാത്രയ്ക്ക് സജീവ് വീട്ടിലേക്ക് പോവാണ്. ശേഷം പിന്നീട് കാണിക്കുന്നത് രാവിലെ ആട്ടോ. അവർ ഇടുക്കിയിലെത്തിയിട്ടുണ്ട്. അങ്ങനെ പാട്ടൊക്കെ വെച്ച് അവർ മല കയറി മുകളിലെത്താട്ടോ. അങ്ങനെ അവിടെ എത്തിക്കഴിഞ്ഞാൽ ഡ്രൈവർ ഇവരെ വിളിക്കും. ഇവർ നല്ല ഉറക്കത്തിലായിരുന്നു കേട്ടോ. എന്താ ചങ്ങായി, മല കയറുമ്പോൾ മിണ്ടിയും പറഞ്ഞിരിക്കാൻ ആളായിക്കുമല്ലോ എന്ന് കരുതിയാ വരാൻ പറഞ്ഞത്, എന്നിട്ട് നല്ല ഉറക്കമായിരുന്നല്ലോ. അപ്പോൾ വിക്രം പറയും സോറി കേട്ടോ. ഹേയ് കുഴപ്പമില്ല. അങ്ങനെ വിക്രം ഇറങ്ങാൻ നേരത്ത് പൈസ എടുത്ത് കൊടുക്കാൻ തുടങ്ങുമ്പോൾ അങ്ങേര് വാങ്ങിക്കുന്നില്ല. അതൊക്കെ സജീവ് നേരത്തെ തന്നു. നിങ്ങൾ പറഞ്ഞ സ്ഥലത്തെത്തിയിട്ടുണ്ട്, ഇതാണ് കേട്ടോ, ഇതാ ആ ചായക്കടയിൽ അന്വേഷിച്ചാൽ മതി എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞതിന് ശേഷം ഇവർ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയാണ്. അനിയൻകുട്ടൻ നല്ല ഉറക്കത്തിലായിരുന്നു. വിക്രം തട്ടി വിളിച്ചാണ് എഴുന്നേൽപ്പിക്കുന്നത്. അങ്ങനെ സുഖമില്ലാത്ത ആളാണല്ലേ എന്ന് ഡ്രൈവർ ചോദിക്കുമ്പോൾ വിക്രം പറയും അതെ, ഞാൻ സഹായിക്കണോ? വേണ്ട എന്ന് പറഞ്ഞാണ് വിക്രം തന്നെ അനിയൻകുട്ടനെ ഇറക്കി അവർ അയാളുടെ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് പോവാണ്. അങ്ങനെ അവർ ഉറങ്ങിയതിനെ കുറിച്ചൊക്കെ സംസാരിച്ചുകൊണ്ട് ആ ചായക്കടയുടെ അവിടെ പോയി ഇരിക്കുകയാണ്. അങ്ങനെ അവരവിടെ ചായ കുടിക്കാനായിട്ട് ഇരിക്കുമ്പോൾ കുറേ ആൾക്കാരുണ്ട് കേട്ടോ. നിങ്ങളെവിടുന്നാ? ഇവിടുത്തെക്കാരല്ലല്ലേ? വിക്രം പറയും അല്ല, കുറച്ച് ദൂരേന്നാ എന്ന് പറഞ്ഞ സ്ഥലപ്പേര് പറയുമ്പോൾ അവിടേക്കൊക്കെ ഇപ്പോൾ പെട്ടെന്ന് എത്താലോ, റോഡൊക്കെ ഉള്ളതല്ലേ. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ട് തന്നെ ചായ വാങ്ങിച്ച് ഒരെണ്ണം വേദയ്ക്ക് കൊടുക്കും. അങ്ങനെ വിക്രം അനിയൻകുട്ടന് കൊടുക്കുക കേട്ടോ. അനിയൻകുട്ടൻ്റെ പേരൊന്നും വിളിച്ചിട്ടില്ല. ഇങ്ങനെ കുടിക്കി, ഇത് വാങ്ങിക്കി എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും അനിയൻകുട്ടൻ്റെ ഭാഗത്തുനിന്ന് ഒരു റെസ്പോണ്ടും ഇല്ല കേട്ടോ. അപ്പോൾ അവിടെ ഇരിക്കുന്ന ഒരാൾ പറയും എന്താ അനിയൻകുട്ടൻ ചായ കുടിക്കുന്നില്ലേ? ഇത് കേൾക്കുന്നതും വിക്രവും വേദയും ഞെട്ടിപ്പോകും. അവരിങ്ങനെ ഞെട്ടിലോടെ നോക്കുമ്പോൾ അയാൾ വയ്ക്കും എന്താ ഇങ്ങനെ നോക്കുന്നത്? വിക്രം പറയും അല്ല, പെട്ടെന്ന് പേര് വിളിച്ച് കേട്ടപ്പോൾ. പേരോ? ആരുടെ പേര് എന്ന് ആലോചിക്കുമ്പോൾ വിക്രം പറയും അനിയൻകുട്ടന്നാ ഞങ്ങൾ വിളിക്കാറ്. ഓഹോ, ആ, ഞങ്ങൾ കരുതി നിങ്ങളുടെ അനിയനായിരിക്കുന്നേ, ഞാൻ കൂടെ കൂട്ടാന്ന് ചേർത്തന്നേ ഉള്ളൂ. അങ്ങനെ വിക്രമിനും വേദയ്ക്ക് ഇപ്പോഴാണ് സമാധാനമായത്. ഇയാൾക്ക് എന്താ സുഖമില്ലേ? അപ്പോൾ വിക്രം പറയും എന്തോ കണ്ട് പേടിച്ചതാ. അങ്ങനെ അവർ പറയും എന്നാ പിന്നെ മൈക്കിളച്ചനെ കണ്ട് മധ്യസ്ഥ പറയാൻ പറഞ്ഞാൽ മതി, പേടി പറ്റിയതല്ലേ. ഞായറാഴ്ച കുർബാന കഴിഞ്ഞ് മേടയിലേക്ക് ചെന്നാൽ മതി. അങ്ങനെ ആ അച്ഛനെ കുറിച്ച് അവിടെയുള്ള നാട്ടുകാരെ വിക്രമിനോട് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കണം കേട്ടോ. അങ്ങനെ കൂട്ടത്തിലുള്ള ആള് അയാൾക്കുണ്ടായ അനുഭവവും പിന്നെ അയാളുടെ സങ്കടമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ കടക്കാരൻ പറയും നമ്മുടെ നാട്ടിലേക്ക് വന്നവരോട് നമ്മുടെ സങ്കടം പറയുകയാണോ വേണ്ടത്, അവരുടെ ആവശ്യം ചോദിക്കല്ലേ വേണ്ടത്? അങ്ങനെ കാര്യം ചോദിക്കുമ്പോൾ വിക്രം പറയും ഞങ്ങളുടെ ബന്ധുവൊന്നുമില്ല, ഞങ്ങൾ ഒരാളെ അന്വേഷിച്ച് വന്നതാ, ഗീവർഗീസ് ചേട്ടൻ. അപ്പോൾ മറ്റേ ആൾ പറയും പരോപകാരി ഗീവർഗീസാണ്, അല്ലാണ്ട് വേറെ ഗീവർഗീസ് ഇവിടെ ആരാ? പേര് കേട്ടാ വലിയ ആളാന്ന് തോന്നും, പക്ഷെ ചെറുപ്പക്കാരനാ. ഇപ്പൊ പോയാലേ മേടയിൽ കാണൂ കേട്ടോ. മൈക്കിളച്ചന്റെ കാര്യം നോക്കാൻ ഈ സമയത്ത് അവിടെ കാണും. ഈ പള്ളി എവിടെയാന്ന് വിക്രം ചോദിക്കുമ്പോൾ ഇവിടുന്ന് 2 കിലോമീറ്ററേ ഉള്ളൂ. ശേഷം അപ്പുറത്ത് നിൽക്കുന്ന ആളോട് കൊണ്ടാക്കാനായിട്ട് ആക്ഷൻ കാണിക്കും. വിക്രമിൻ്റെ അടുത്ത് പറയും അവനിപ്പോൾ ഇല പറിക്കാനായിട്ട് പോകും, കൂടെ പോയാൽ മതി, അവരാക്കി തരും. അങ്ങനെ വിക്രവും വേദയും വേഗം ചായ കുടിച്ചിട്ട് വിക്രം അനിയൻകുട്ടനെ എടുത്ത് ഇവരോടൊപ്പം പോവാണ്. അങ്ങനെ വണ്ടിയിൽ പോകുമ്പോൾ അതിൽ പ്രായമായ ഒരാളുണ്ട് കേട്ടോ. ഒരു ജീപ്പിലാണ് പോകുന്നത്. വർഗീസിനെ കണ്ടിട്ട് എന്താ കാര്യം? അപ്പോൾ വിക്രം പറയും ഒരു താമസ സ്ഥലം അന്വേഷിച്ചിട്ടാണ് വന്നത്. ഓ, അപ്പം ഇങ്ങോട്ട് വന്നതിൻ്റെ ഉദ്ദേശം എന്താ? വിക്രം പറയും പ്രത്യേകിച്ച് ഉദ്ദേശമൊന്നുമില്ല. ഓ, മനസ്സിലായി, ചെന്നപടി ചന്തോ അല്ലേ? അല്ല, ഒളിച്ചോടിയതോ അതോ ഇറക്കി വിട്ടതോ? വിക്രം ഇങ്ങനെ വേദയെ നോക്കി നിൽക്കുമ്പോൾ വേദയ്ക്ക് ചിരി വരും. അല്ല, ഒന്നും മിണ്ടിയില്ല, ഇറക്കി വിട്ടതാണോ? അപ്പോൾ വിക്രം പറയും രണ്ടും അല്ല. അങ്ങനെ ആവാൻ വഴിയില്ലല്ലോ. അപ്പോൾ വേദ വിക്രമിൻ്റെ അടുത്ത് സ്വകാര്യമായിട്ട് പറയും ഒരു കഥ ഉണ്ടാക്കി പറഞ്ഞോ, അല്ലെങ്കിൽ അയാൾ വെറുതെ വിടില്ല. അങ്ങനെ വിക്രം ഒരു കഥ ഉണ്ടാക്കി പറയാട്ടോ. ഒരു ബിസിനസ് ചെയ്ത് പൊളിഞ്ഞു പോകുന്നതാണെന്നറിയും. എന്ത് ബിസിനസ് വയ്ക്കുമ്പോൾ വിക്രമിന് പെട്ടെന്ന് പറയാൻ കിട്ടില്ല കേട്ടോ. പിന്നെ പറയും ഈ മുളക് പൊടി അരിപ്പൊടി പലഹാരങ്ങളൊക്കെ വിൽക്കുന്ന ഒരു ബിസിനസ്സായിരുന്നു, അത് പൊളിഞ്ഞപ്പോൾ പോകുന്നതാ. അപ്പോൾ അയാൾ പറയും അതൊക്കെ ചെയ്താൽ ഇത്രയും വലിയ നഷ്ടം വരുമോ? അപ്പോൾ വേദ അതിനുള്ള കറക്റ്റ് മറുപടി പറയട്ടോ. വലിയവർക്ക് നഷ്ടം വന്നാൽ കുഴപ്പമില്ല, പക്ഷേ ചെറിയ ആൾക്കാർ ബിസിനസ് ചെയ്ത് നഷ്ടം വന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയല്ലേ? അപ്പോൾ അയാൾ പറയും അത് ശരിയാണ്, വലിയ ആൾക്കാർ പൈസക്കാരൊക്കെ ആണെങ്കിൽ അവർ വിദേശത്തേക്ക് പോവും, സാധാരണക്കാരാകുമ്പോൾ അടുത്ത ജില്ലയിലേക്ക്, അതല്ലേ? അങ്ങനെ ഓരോന്ന് പറഞ്ഞ് വിക്രം ചോദിക്കും ഇവിടെ എന്തെങ്കിലും ജോലി കിട്ടുമോ? അപ്പോൾ അയാൾ പറയും ഇവിടെ മുഴുവൻ ഹിന്ദിക്കാരല്ലേ,
ഇപ്പം ദാ നിങ്ങൾ വന്ന ഹോട്ടൽ ഒഴികെ ബാക്കി എല്ലായിടത്തും ഹിന്ദിക്കാരാണ്. ഇപ്പം ഹിന്ദി അറിയണം. അതാ ഇപ്പോൾ പ്രശ്നം. ഗീവർഗീസിനോട് ചോദിച്ചാൽ മതി, അതൊക്കെ റെഡിയാക്കി തരും. അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ചന്ദ്ര വണ്ടി നിർത്തടാ. ചന്ദ്രൻ എന്ന് പറയുന്നത് ആ വണ്ടിയുടെ ഡ്രൈവറാണേ. അയാൾക്ക് ഇറങ്ങേണ്ട സ്ഥലം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ തിരിച്ച് നടക്കണ്ടേന്നൊക്കെ പറഞ്ഞ് പിറുപിറുക്കുന്നുണ്ട്. അല്ല, ഇയാൾക്ക് പേടി പറ്റിയത് എങ്ങനെയാ എന്ന് വയ്ക്കുമ്പോഴേക്കും അങ്ങേര് വണ്ടി എടുത്ത് പോകൂട്ടോ. അങ്ങനെ വിക്രം, അതെ ചേട്ടാ ചന്ദ്രൻ എന്നല്ലേ പേര്? അങ്ങേരൊന്നും മിണ്ടുന്നില്ല. വിക്രമിക്കും ഇവിടെ വർക്ക്ഷോപ്പിൽ എന്തെങ്കിലും ജോലി കിട്ടും, ഇത്തിരി അറിയാവുന്ന പണി അതാണേ എന്ന് പറഞ്ഞ് വേദേനെ ഇങ്ങനെ നോക്കും. അപ്പോഴും അയാൾ ഒന്നും പറയില്ല കേട്ടോ. വേദ പറയും ഒന്നും മിണ്ടാതിരിക്കും. അങ്ങനെ വിക്രം പിന്നെ മിണ്ടുന്നില്ല കേട്ടോ. പതിയെ അവര് മേടയിലെത്തും. വണ്ടിയിൽ നിന്ന് ഇറങ്ങി പൈസ കൊടുക്കാൻ നിൽക്കുമ്പോഴേക്കും അയാൾ അങ്ങ് പോകും. വിക്രം പറയും ഇയാൾ മാത്രം എന്താ ഇങ്ങനെ, ബാക്കി എല്ലാവരും പാവങ്ങളാ, നാട്ടുംപുറത്തിന്റെ സ്നേഹമുണ്ട് എന്നും പറഞ്ഞ് മേടയിലേക്ക് കയറുക. കുർബാന കഴിഞ്ഞ ആൾക്കാർ പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വിക്രം അതിലൊരാളടുത്ത് ഗീവർഗീസിനെ ചോദിക്കുമ്പോൾ ആ കുർബാന കഴിഞ്ഞ് എല്ലാവരും പോകുമ്പോൾ ഗീവർഗീസും പുണ്യാളനും കൂടെ എന്തൊക്കെയോ സംസാരിക്കും. അപ്പം ആളെ കാണാം, നേരെ പൊക്കോ. ഈ സമയം പള്ളിയിലെ അച്ഛൻ എന്തൊക്കെയോ ഇങ്ങനെ ബൈബിൾ വായിച്ചുകൊണ്ടിരിക്കുകയാണേ. ശേഷം നമ്മുടെ ഗീവർഗീസ് ഇങ്ങനെ പ്രാർത്ഥനയിലാ. അപ്പം കപ്പ്യാർ വന്നിട്ട് 2-3 ആൾക്കാർ കാണാൻ വന്നിട്ടുണ്ടെന്ന് പറയും. പുറത്തിറക്കി കഴിയുമ്പോൾ തന്നെ വിക്രമിനെയും വേദനയും കാണുമ്പോൾ സജീവ് പറഞ്ഞിട്ട് വന്നവരല്ലേ വിക്രം അല്ലേ? ആ അതെ, ഇത് വേദ, ഇത് അനിയൻകുട്ടൻ. ഞാൻ അച്ഛനോട് സൂചിപ്പിച്ചിരുന്നു, കുർബാന കഴിഞ്ഞതേ ഉള്ളൂ, അച്ഛൻ മേടയിലുണ്ട്. ഇയാൾക്കല്ലേ സുഖമില്ലാത്തത്? വിക്രം പറയാതെ വരൂ എന്ന് പറഞ്ഞ് മേടയിലേക്ക് കൊണ്ടുപോകും. അവരെ പുറത്ത് നിർത്തിയിട്ടാണ് ഗീവർഗീസ് അച്ഛൻ്റെ അടുത്തേക്ക് ചെല്ലണത്. അങ്ങനെ അച്ഛൻ കഞ്ഞി കുടിക്കുമ്പോഴാണ് ഗീവർഗീസ് എന്ന് കാര്യം പറയണത്. ഞാൻ കണ്ടു, ഒറ്റ നോട്ടത്തിൽ അത്ര പന്തിയല്ലല്ലോ ഗീവർഗീസെ. എന്താ അച്ചോ അങ്ങനെ പറയണേ? എന്നോട് പറഞ്ഞാള് അങ്ങനെ കുഴപ്പക്കാരെന്നാ അയക്കില്ല അച്ചോ, ഉറപ്പാ. അങ്ങനെ അച്ഛനാണെങ്കിൽ അത് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഭക്ഷണം കഴിക്കുന്നത് നിർത്തിയിട്ട് വാഷ് ബേസിൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ ഇവരെ കാണുന്നുണ്ട് കേട്ടോ. ഇവരൊന്ന് നോക്കിയിട്ടാണ് കൈ കഴുകാൻ പോണത്. എന്നിട്ട് പറയും അവരല്ല കുഴപ്പക്കാർ, അവരുടെ പുറകിലാണ് കുഴപ്പം, അതിവിടെയും അവരെ വിട്ടു തോന്നുന്നില്ല. അപ്പോൾ ഗിവർഗീസ് പറയും വേറെ ആശ്രയമില്ലാതെ വന്നതാ, മടക്കി അയക്കാന്ന് വെച്ചാ. അപ്പോൾ അച്ഛൻ പറയും വേണ്ട, കർത്താവിനെ തേടി വന്നവരല്ലേ, സാത്താനിലേക്ക് തന്നെ മടക്കി അയക്കേണ്ട, നോക്കാം. ഏതെങ്കിലും ഒരു വീട് വേണം, വാടക വീട് റെഡിയാക്കുന്നതിന് മുന്നേ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞാൽ, പള്ളിയുടെ ആളാന്ന് പറഞ്ഞാൽ നാട്ടുകാർക്കിടയിൽ പ്രശ്നം ഉണ്ടാവില്ല. തനിക്ക് എല്ലാം അറിയോ? ആ സജീവ് പറഞ്ഞിട്ടുണ്ട്, ചതിക്കപ്പെടുത്താൻ നോക്കിയവരിൽ നിന്നും രക്ഷപ്പെട്ട് വന്നവരെ അവർ രണ്ടുപേരും, കൂടെ വയ്യാത്ത ആ ചങ്ങാതിയും. ശേഷം ഗീവർഗീസ് തന്നെ ഒരു സ്ഥലം പറഞ്ഞു കൊടുക്കും. അത് മുഷിഞ്ഞതല്ലേ, അതൊക്കെ റെഡി ആയിട്ടുണ്ട്, ഞാൻ പോയി നോക്കിയതാ. ഓഹോ, അപ്പം എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ടല്ലേ. എന്നാൽ താൻ അവരെ കൊണ്ടുചെന്ന് ആക്കിയിട്ട് ഇങ്ങോട്ട് വാ. പിന്നെ പള്ളിപ്പറമ്പിൽ എന്തെങ്കിലും ജോലിക്ക് വിളിക്കുമ്പോൾ ആ പയ്യനെ കൂടെ വിളിക്കാം, ജീവിതമാർഗം എന്തെങ്കിലും വേണ്ടേ. അപ്പോൾ അച്ഛൻ ചിരിച്ചിട്ട് പറയും തീരുമാനിക്കുന്നതും നടപ്പിലാക്കുന്നതും ഗീവർഗീസ് അല്ലേ, നടക്കട്ടെ. ഗീവർഗീസ് പറയും ദോഷം വരുന്നൊന്നും ഞാൻ ചെയ്യില്ല, ഉറപ്പാ. അച്ഛൻ അവരെ ഒന്ന് കാണുന്നുണ്ടോ എന്ന് വയ്ക്കുമ്പോൾ പിന്നെ ആവട്ടെ എന്ന് പറയും. അങ്ങനെ ഗീവർഗീസ് അവിടുന്ന് പോയി കഴിഞ്ഞാൽ അച്ഛൻ എന്തൊക്കെയോ മനസ്സിൽ ആലോചിക്കുന്നത് കാണിച്ചിട്ടാണ് ഈ ഭാഗം കഴിയുന്നത്. അതിനുശേഷമുള്ള പിന്നീടുള്ള ഭാഗത്തിൽ വിക്രമിനും വേദയ്ക്കും അങ്ങനെ ഒരു താമസ സ്ഥലമൊക്കെ സൗകര്യങ്ങളൊക്കെ ഒരുക്കി കൊടുക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ആ ഭാഗത്തിനായിട്ട് വെയിറ്റ് ചെയ്യാം. റിവ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ചാനലിലേക്ക് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്